മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ എ.കെയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ആദിലക്കണ്ണൂരക്ക് നേരിട്ട പ്രയാസം കേട്ടപ്പോൾ വിഷമം തോന്നിയതായി ബിഗ് ബോസിലെ ഇവരുടെ സഹമത്സരാർത്ഥിയായിരുന്ന ഷാനവാസ്. ആര് ക്ഷണിച്ചിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥികളാണ്. അവരെ അപമാനിക്കുന്ന വിധം ചെയ്തത് ശരിയായില്ലെന്ന് ബിഗ് ബോസ് സീസൺ 7ലെ സെക്കൻഡ് റണ്ണറപ്പായ ഷാനവാസ് പറഞ്ഞു. ആദിലക്കണ്ണൂരക്കുമുണ്ടായ അനുഭവം അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഇവരെ ഡയറക്റ്റ് വിളിച്ചോ കോർഡിനേറ്റേഴ്സ് വിളിച്ചോ മാനേജർമാരാണോ ക്ഷണിച്ചത്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങൾ വന്നപ്പോൾ ആള് പോസ്റ്റ് ഇട്ടതാവാം. ആ പോസ്റ്റിന് ലഭിച്ച റിയാക്ഷൻ കണ്ടായിരിക്കാം അത് നീക്കം ചെയ്തത്. അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സ്ഥിതിക്ക് അത് പിൻവലിച്ച് ഓടാനും പാടില്ലായിരുന്നു. ആ നിലപാടിൽ നിൽക്കണമായിരുന്നു. പേടിച്ചോടിയതുപോലെയാണ് തോന്നിയത്. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഷാനവാസ് പറഞ്ഞു. എന്തായാലും അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു. പലരും പലതും പറയും. വരുന്ന അതിഥികൾ എന്ത് തീരുമാനങ്ങളെടുത്ത് ജീവിക്കുന്നവരുമായിക്കോട്ടെ. ആര് ക്ഷണിച്ചിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥികളാണ്. അവരെ അപമാനിക്കുന്ന വിധം ചെയ്തത് ശരിയായില്ല. അത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. ഞങ്ങളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന പിള്ളേരാണ് അവർ. അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ്, ഷാനവാസ് വ്യക്തമാക്കി. ഗൃഹപ്രവേശന ചടങ്ങിൽ ആദിലയെയും നൂറയെയും ക്ഷണിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചുള്ള സമൂഹമാധ്യമങ്ങളിലെ പോസ്റ്റിനെതിരെ വലിയ വിമർശനമുയർന്നിരുന്നു. അതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. കോടതിയും ഗവൺമെൻറ്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നതായി പിന്നീട് പങ്കുവച്ച കുറിപ്പിൽ ഫൈസൽ എ.കെ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട വിവാദം സമൂഹമാധ്യമങ്ങളിൽ ശക്തമായപ്പോൾ ആദിലയും നൂറയും നിലപാട് വ്യക്തമാക്കി പ്രസ്താവന പങ്കുവച്ചു.